ഇവനൊന്നും കൂട്ടൂല. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ കാണികളെല്ലാവരും ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന അസറിന്റെ എന്താണ് അസറു സ്പെഷ്യൽ മധുഹൂത്ത്, അതായത് മധുഹൂത്ത് ഒന്നും വിളിക്കാം, മജുബൂസ് ഒന്നും വിളിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് പേരിടാം. അതെ, അപ്പൊ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പേരിടാം. ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഏത് പേര് നിങ്ങൾക്ക് ഇടാം. അതായത് ഒരുപാട് ആളുകൾ അല്ലേ, 100ഓളം പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു സാധനമായിരുന്നു ഇത്. നമ്മളാ കഴിഞ്ഞ വീഡിയോന്റെ കമന്റ് ബോക്സിലും കാര്യങ്ങളിലും ഇതിലൊക്കെ അല്ലേ. അതെ, നമ്മളുടെ കഴിഞ്ഞൊരു 3-4 കുക്കിംഗ് വ്ളോഗിന് എല്ലാവരും ഹൃദയം നിറഞ്ഞൊരു സപ്പോർട്ട് തന്നു. താങ്ക് യു ഗൈസ്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോ എല്ലാവരും ചോദിച്ചത് ഇനി അസറുവിന്റെ ഈ ഒരു സംഭവം നമ്മൾ ജസ്റ്റ് എവിടെ ഒന്ന് പറഞ്ഞിട്ടുള്ളൂ അസറോ ആ വീഡിയോയിൽ. അടുത്ത അസറുവിന്റെ ഇങ്ങനെ ഐറ്റാണ് പറഞ്ഞപ്പോ അത് വേണം പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കമന്റ് ഒക്കെ നമ്മൾ. ഞങ്ങൾ ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം. അത് ഭയങ്കര സങ്കടം തന്നെ കേട്ടോ. ഈ കണ്ട ആൾക്കാർക്ക് മുഴുവൻ എത്തിച്ച് തരാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ഞങ്ങൾക്ക് അതിയായ ഒരു സങ്കടം ഉണ്ട്. എങ്കിൽ കൂടി ഞങ്ങൾ ഇത് ഉണ്ടാക്കിയാണ്ട് കഴിക്കുമ്പോ നിങ്ങൾ ഇതിൽ സന്തോഷിക്കും. ഞങ്ങളിത് കഴിച്ച് മടുത്തൊരു സാധനം, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഉണ്ടാക്കണം. എന്നാലും ഞങ്ങൾ കഴിക്കണേ. ഈ സാധനം എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ആയത് എവിടുന്ന എനിക്ക് പറയാൻ പറ്റുമോ? എനിക്കറിയാം, എവിടുന്ന് കക്കാടം പോയിരുന്നു. അന്ന് എന്തുകൊണ്ട് ലൈക്ക് ആയതാരോ, എല്ലാവരും തളർത്തി പറഞ്ഞു കഴിഞ്ഞാല് ഇവനൊക്കെയാണ് അതിന്റെ മെയിൻ ആള്. ഇജൊന്നും ഉണ്ടണ്ട, ഇജൊന്നും നല്ല തളർത്തിക്കണേ. ആ വ്ളോഗ് ഒന്നുകൂടി പോയിട്ട് ആനാന്റെ വ്ളോഗിൽ തപ്പി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അസറോ അങ്ങനെയല്ല, ഇങ്ങനെ ഇതെന്തിനൊക്കെ ആവുമോ എനിക്ക് തോന്നണില്ല കേട്ടോ എന്നൊക്കെ പറയണ ഫുള്ള് തളർത്തല്. എന്നിട്ട് തിന്ന് കഴിഞ്ഞിട്ടേ ഈഗോ അസറോ ഒരു 2 പ്ലേറ്റും കൂടി ഇട്ടാ തിന്നാൻ നേരത്തെ ഓനെന്നെ മുന്നില്. അന്ന് എനിക്ക് നല്ല ഇഷ്ടം. അതിന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഹോട്ടലിൽ നിന്നൊക്കെ എനിക്ക് സാധനം തിന്നിക്കണം, പക്ഷെ അന്ന് ഇജ്ജ് ഉണ്ടാക്കിയ ടേസ്റ്റ് എനിക്ക് ഇന്ന വരെ കിട്ടിയില്ല. നേരാണ് പറയണത്, എനിക്ക് കിട്ടിയില്ല. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇത് എപ്പോഴും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് മാത്രല്ല, ഇത് ഞാൻ പറഞ്ഞു തരോ. ഞാൻ ഈ ടേസ്റ്റ് കൊണ്ട് മാത്രമല്ല നമ്മളിത് ഉണ്ടാക്കല്. നമ്മൾ ജോർജിയയിൽ നമ്മൾ കൂടുതലും ഇത് ഉണ്ടാക്കല് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു 20-25 കൊണ്ട് പരിപാടി, സമയ ലാഭം, പക്ഷെ ടേസ്റ്റ് കൂടുതൽ, അപാര ടേസ്റ്റ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഇന്ന് പുതിയൊരു വിഭവമാണ് നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുതരാമോ? രാവിലെ ടേസ്റ്റ് കൂടും. അതായത് ഈ ഒരു ഫുഡിന് പയകുന്തോറും ടേസ്റ്റ് കൂടും. അതായത് ഓൾഡ് ഈസ് ഗോൾഡ് പറഞ്ഞാല് ഇതൊരു ഗോൾഡ് ആണ്. അതെ, ഗോൾഡും അങ്ങനെ തന്നെ കേട്ടോ. ഗോൾഡും പയകുന്തോറും റേറ്റ് കൂടി. നമ്മളെ ഫുഡിന്റെ പുറത്ത് അതായത് പയക്കം ചെല്ലും തോറും ഇതിന്റെ ടേസ്റ്റ് കൂടി വരും. അനക്കൊരു പാവം വാങ്ങി തരുന്നോ? അന്റെ അടുത്തുള്ള പാവന് എങ്ങനെയും വാങ്ങാൻ പറ്റുമോ നോക്കിയാണ് നമുക്ക്. എന്താ അന്ന് നെസ്റ്റോക്ക് മഹാറായിട്ട് വാങ്ങിക്കൊടുത്ത അല്ലെങ്കിൽ സ്വർണ്ണായി കൊടുത്ത സാധനങ്ങളില്ലേ, അത് അന്നത്തെ റേറ്റിന്റെ ഒരു ബില്ല് എൻ്റെ അടുത്ത് ഉണ്ടാവും. ആ ബില്ലോ കൊടുക്കുക, ആ റേറ്റോ കൊടുക്കുക, ആ റേറ്റ് ഇറങ്ങിക്കുക. അവർക്ക് പൈസ തരുമോ? ഇജന്ന് എത്രയാണ് വാങ്ങിയത് പറഞ്ഞോ? എത്ര അത്ര വാങ്ങിയതാണ്? ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ അവൻ എത്ര 50ന്റെ അടുത്ത് 50,000 റുപ്യ. അനക്കെന്ത് മെച്ചാണ്? 54,000 റുപ്യ കിട്ടും നശുവാ. അത് കൊടുക്കും. 54,000 റുപ്യ ഞാൻ തരും. 54,000 റുപ്യ ഒരു പവൻ എനിക്കത് തരും. 55 കൊടുക്കണം. ഞാൻ പറയും മസറോ, ഇനിയിപ്പോ നമ്മളെ റൗണ്ട് 60 ആയിക്കോട്ടെ. 60 വേണ്ട, 60 ഓവറാ. അത് നഷ്ടമാണ് നമുക്ക്. പോട്ടെ, 60 വരാം. അത് എവിടുത്തെ പ്രൈസാണ്? അമേരിക്കത്തെ പ്രൈസ് തോന്നിരുന്നാല് അത് നാട്ടിൽ എത്തുമ്പോ ടാക്സ് ഒക്കെ കട്ട് ചെയ്ത് 60 റുപ്യക്ക് വരും. അതറിയില്ല. നാട്ടിൽ 58 റുപ്യ ഉള്ളൂ. അമേരിക്കൻ റേറ്റ് ആണ് ഈ ടിവിയിൽ കാണുന്നത്, ഇവിടെ കേരളത്തിൽ ടിവിയിൽ കാണുന്നത്. ഓളെ കാണിച്ചു കൊടുത്താ ഓളോട് ചോദിക്കും, ഓളപ്പം എന്ത് വിചാരിച്ചെന്ന് ചോദിക്കും. ആ ക്യാമറ അല്ലേ, ഓളിപ്പം എന്ത് വിചാരിച്ച് 90. അങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ യുവാക്കളൊക്കെ എങ്ങനെ പെണ്ണിട്ടുക? അതായത് അല്ല, നമ്മള് ഗോൾഡ് എടുത്തപ്പോ ഒരു പവൻ 56. അന്ന് അമേരിക്കൻ റേറ്റ് 88. എടി നമ്മളെ എനിക്ക് തരുന്ന ഓഫർ എന്ന് പറഞ്ഞാല് ഇന്ന് കേരളത്തിലുള്ള ഒരു ജ്വല്ലറിക്കാർക്കും തരാൻ പറ്റുന്ന ഓഫറാണ്. അതെ, അതാണ് നമ്മൾ എനിക്ക് തരാൻ പറ്റുന്ന ഓഫർ. ഇതിന്റെ കൂടെ നമ്മളൊരു ഇന്റർനാഷണൽ ട്രിപ്പും തരുന്നുണ്ട്. ഗോൾഡും തരിക, ഈ റേറ്റും തരും, കൂടെ ഇന്റർനാഷണൽ. നമുക്ക് അമേരിക്കൻ റേറ്റ് മാറ്റാം, നമ്മൾ ഇന്റർനാഷണൽ റേറ്റ് മാറ്റാം. ഒരു UK റേറ്റ് പിടിക്കാം.
ഒരു ഇടനടുവിലാണ് എത്ര കൊടുക്കാൻ പറ്റും? അതൊരു 7 കൊടുക്കാം. ഒരു 70 തരും അടിച്ചാൽ ഓക്കെ ആണോ? അത് പറ്റൂലേ? ഇന്ന് ബാസിലെ ഇതൊക്കെ ചെയ്തിട്ടേ ഓടുന്ന് സ്വർണ്ണം വാങ്ങിയിട്ട് നാളെ സ്വർണത്തിന്റെ വില 54,000 അടിപോയിനി. ഇത് അതായത് ഇന്ന വല്ല ജ്വല്ലറിക്കാർ തട്ടിക്കൊണ്ടുകൊണ്ട് വെച്ച് ശ്രദ്ധിച്ചോ. കാരണം എന്താ വെച്ചാൽ ജ്വല്ലറിയിൽ പോലും കിട്ടാത്ത റേറ്റാണ് ഇപ്പൊ എനിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. നാളെ നേരം വെളുക്കും എനിക്കൊരു ഉറപ്പില്ല. കാരണം ഏതെങ്കിലും ജ്വല്ലറിക്കാർ ഇന്ന് കടന്ന് ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ ഇന്നെ ഒന്ന് തട്ടിക്കൊണ്ടുപോകും. കാരണം അമ്മമാരുടെ റേറ്റ് എവിടെയും കിട്ടൂല. എനിക്ക് ലാഭം വേണ്ടെങ്കിൽ വേണ്ട. ഒരു ഇന്റർനാഷണൽ ട്രിപ്പും തരും. അപ്പോൾ സുഹൃത്തുക്കളെ ഈ വരുന്ന ഡിസംബർ 31 പോയിട്ട് ജനുവരി 6 തിരിച്ചു വരുന്ന രൂപത്തിൽ നമ്മളൊരു ബാലി ട്രിപ്പ് ഉണ്ട്. അപ്പോൾ എനിക്ക് നമ്മളതിന് അവസരം തരും. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിൽ പോരാൻ താല്പര്യമില്ലെങ്കിൽ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യും, കോൺടാക്ട് നമ്പർ കൊടുക്കും. നമ്മൾ റിക്കിഷ ഹോളിഡേയ്സിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോണത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ നമ്പർ കൊടുക്കുക. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മളെ കൂടെ ട്രിപ്പിൽ പങ്കെടുക്കട്ടെ. ഞാൻ എന്തായാലും ഓൾ ഉണ്ടെന്ന് ഉറപ്പായിട്ടില്ല, ഞാൻ എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ ഓഫർ സ്വീകരിക്കുകയാണെങ്കിൽ എനക്കും ആ ട്രിപ്പിൽ പോരാൻ പറ്റും. യെസ് ഓർ നോ? ഓക്കെ. അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പിന്നീട് ഉത്തരം പറഞ്ഞാൽ മതി. അസുര നമുക്ക് നമ്മളെ പരിപാടിക്ക് കിടക്കാം. എന്റെ ഒരു ഇതെന്താ വാസിലെ, ഒരുവിധം പെണ്ണുങ്ങളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 80,000 റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പറയലുണ്ട്. എടാ ഇത് നമ്മൾ ഈ ജാതി ഞാൻ പറയട്ടെ നശ്വാ, ഞാൻ പറയട്ടെ, അനക്കൊരു 5 പവന് ഇതൊരു 10 പവൻ തന്നു കഴിഞ്ഞാല് എനിക്കൊരു സ്വിഫ്റ്റ് കാർ വാങ്ങി തരുന്നു. എങ്ങനെ രാവും പോലും വ്യത്യാസം. പുതിയ സ്വിഫ്റ്റിന് എത്ര അറിയോ? പുതിയ സ്വിഫ്റ്റിന് എത്ര? 18 ലക്ഷം റുപ്യ. ഒന്നും വേണ്ട, നമുക്ക് നമ്മളെ പരിപാടി എങ്ങനെയുള്ള സ്വർണ്ണം കിട്ടുമെന്നുള്ളതാണ്. എങ്ങനെയുള്ള സ്വർണ്ണം കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഇവിടെ റെസിപ്പിന്റെ ടൈം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റേ പ്ലാൻ ആക്കിയ മതിയാണ്. അപ്പൊ ഇതിന്റെ ഒരു കൂട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഇത് പുറത്തേക്ക് നിൽക്കണം എന്നാണ് അസുർ പറയുന്നത്. അത് എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇജ് പോലും കാണുന്ന താല്പര്യമില്ല. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇജ് തിരിഞ്ഞു അങ്ങോട്ട് ആയിക്കോട്ടെ. ഇജ് വാതിന്റെ പുറത്തേക്ക് കാണുന്ന അസുർ. കാരണം റെസിപ്പി റെസിപ്പിനെ ഞാൻ കേട്ടില്ല എന്തായാലും. എന്നാ ഒരു പാവം കാട്ട് പൈസ ഞാനേ ഇമാര് ഓഫർ എന്നിട്ട് കൊടുക്കൂലായിരുന്നു. അതോ നമുക്ക് നമ്മളെ പരിപാടി നമ്മളെ സാധനങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത് കാണികൾക്ക് ഓരോന്ന്. കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ പറയുന്നത് ഈ ടേബിൾ നോക്കി ക്യാമറമാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. കാരണം നമ്മളെ കാണികൾ എപ്പോഴും പറയില്ലേ നമ്മളെ വീഡിയോയില് നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഒന്ന് നമുക്ക് കറുകപ്പട്ട, കാർഡമോൺ, മറ്റേ സാധനം ഇത് പൂവ്. ഒന്നുകൂടി നിങ്ങളെ ഇതിലല്ലേ കളക്ഷനിലായില്ലേ. പിന്നെ ഇത് മൈക്ക്, പിന്നെ ഇത് കുരുമുളക്. ഏത് ഇതോ? അങ്ങനെയല്ല, ഇതെന്തിനാണ് ഇതൊക്കെ ഇടണ കാണലുണ്ടോ? ഇതെന്തിനാ ഇടണെന്ന് അറിയാം എനിക്ക്. അല്ല അല്ല, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കും അറിയില്ല. അതാണ് ടേസ്റ്റിനല്ലടാ, ഇതെനിക്ക് തോന്നുന്ന ആ ഒരു ഫ്ലേവർ മണം കിട്ടാൻ. വേറെ എന്തൊക്കെയാ ഇത്രയും പറഞ്ഞോ? പക്ഷെ ഞാൻ പറയട്ടെ, കുരുമുളക് പറഞ്ഞോ, ബ്ലാക്ക് ഗോൾഡ്, പുതിന. ഇതാ പുതിന വേണ്ട, നമുക്ക് പുതിന ഒന്നും വേണ്ട. നമുക്ക് വളരെ മിനിമൽ സൺഫ്ലവർ ഓയിൽ വേണം. പിന്നെ നമുക്ക് ഇത് മസാല, ഇതിന് ഞാൻ ഇടയിൽ മെയിനായിട്ട് നമ്മൾ ഇടയിൽ എന്താ വെച്ചാൽ അറബി മസാല എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അത് ഇവിടെ ഇപ്പം ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇടാൻ പറ്റിയില്ല വാസിലെ. ആ സാധനം കിട്ടിയില്ല. ഞാൻ നമ്മൾ ജോർജിയയിൽ നിന്ന് ഉണ്ടാക്കുന്ന ടൈമിന് നമ്മളവിടെ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ സൗദിയിലും ഇവിടെയൊക്കെ ഉള്ളവരാണ്, GCC-യിലുള്ളവരാണ്. അപ്പോൾ ഓര് മെയിനായിട്ട് ലീവിന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ലീവിന് വരുമ്പോൾ ഓല് അറബി മസാല അവിടെ നിന്ന് കൊണ്ടുവരലുണ്ട്. പക്ഷേ അതിൻ്റെ അത്ര പവർ ഉണ്ടോ എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ഏത്? ഇത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നപ്പം ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഉണ്ടേനി. പിന്നെ നമുക്ക് മാഗിൻ്റെ ക്യൂബ് ഇത് ഒരെണ്ണം മതി നമുക്ക്. പിന്നെ ഇതാ ഈ ലെമണ്, ഈ ഉണക്ക നാരങ്ങ. പിന്നെ നമുക്ക് നമ്മുടെ പച്ചക്കറികൾ തക്കാളി, ക്യാരറ്റ് ഉണ്ട് ഇതിൽ. ക്യാരറ്റ് വേണ്ട, നമുക്ക് ആവശ്യമില്ല. അനക്കും ആവശ്യം. ഞാൻ ക്യാരറ്റ് ഉള്ളോ തിന്നു ഞാൻ. എനിക്കില്ല പവൻ. ക്യാമറമാനാണ്. വേറെ എന്തൊക്കെ പറയും? വേറെ ഉള്ളി മാഗി പറഞ്ഞു.
പിന്നെ എനിക്ക് കയറ്റാറുണ്ട് കേട്ടോ മെയിൻ സങ്കടം പറഞ്ഞ വെല്ലുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു കത്തി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു എടുത്ത് മഞ്ഞപ്പൊടിയല്ലേ ചിക്കൻ മസാല അത് നമ്മൾ പറഞ്ഞല്ലോ. ഇത് ഉപ്പ് പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി ഒക്കെ അല്ലേ എവിടെ ഇതല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് പ്രൊസീജിയർ. പിന്നെ നമ്മൾ എത്ര അരി ഉപയോഗിക്കണം? ഇത് 1.5 കിലോ അരിയാണോ നമ്മൾ ഉപയോഗിക്കണ്ടോ? ഈ 1.5 കിലോന് അരി നമുക്ക് 1 കിലോ കൊണ്ട് 5 ആളോ അല്ലെന്നോ 6 ആളോ? 1 കിലോ കൊണ്ട് നമുക്ക് മാനമര്യാദക്ക് തിന്നണോല് 6 ആൾക്ക് തിന്നാം. പക്ഷേ നമ്മളെ പോലത്തെ അടിക്കാരാണെന്നുണ്ടെങ്കിൽ 4 ആക്കെ പോകും. അപ്പൊ ഈ അരി ഇടാം അല്ലേ? ഈ അരി ഇടാം. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇത് കുക്കറോ ആ കുക്കറാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വലിയ കുക്കറല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ കുക്കർ. ഇവിടെ ഇല്ലേക്ക് ഏറ്റവും വലിയ കുക്കർ ഏതാ? എത്രയാണ് നമുക്ക്? എത്ര കുക്കർ വേണ്ടി? 5 കിലോ ഉണ്ടോ? അങ്ങനെ വെച്ചറിയാം. ഞാൻ വലിപ്പം നോക്കി പറഞ്ഞു. 1.5 കിലോ അരി ഉണ്ടേ. 1.5 കിലോ വെക്കണ്ടെന്നാ ഉമ്മക്ക. 1 കിലോ വെക്ക. പക്ഷെ അതിൽ തന്നെ ചിക്കൻ ഇടണ്ടേ? ചിക്കനും അപ്പൊ അറിയൂലേ? നമ്മൾ ഈ ഉള്ളി അരിയുമ്പോ കറിയണീന്റെ കാരണം എന്താ എനിക്ക് എന്താണ്? നമ്മള് ശരിക്കും എല്ലാരും വിചാരം കണ്ണു കൂടെ ഗ്യാസ് കയറാന്നാ. നമ്മള് ശ്വസിക്കണോണ്ടാണ്. മൂക്കിൽ കൂടെ അതിന്റെ ഒരു എസൻസ് കയറുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മൂക്കും കണ്ണും കണക്റ്റഡാ. മൂക്കിൽ കൂടെ, അതായത് നമ്മളെ മൂക്കിൽ കൂടെ എനിക്കൊരു ഫീൽ ആയിക്കണോ ഈ സാധനം? അതായത് മൂക്കിൽ ഭയങ്കര കഫ് ഉണ്ടാവുമ്പോ എനിക്കത് കണ്ണൊക്കെ ഫീൽ ചെയ്യും. ഇവിടെ ഈ സ്ഥലത്ത് ഫീൽ ചെയ്യും. ഇവിടെ അങ്ങനെ ഉണ്ട്. അപ്പം നമ്മളുടെ മൂക്കിന്റെ ഉള്ളിലത്തെ ഈ ഒരു ഭാഗത്തിന്റെ ഇവിടുന്ന് കണ്ണൊക്കെ ഒരു സാധനം കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധനം ശ്വസിക്കുമ്പോൾ ഇത് അനക്ക് അല്ലാതെ കണ്ണക്ക് അഫക്ട് ചെയ്യൂല. കണ്ണടച്ചിട്ടല്ല. അങ്ങനെ എങ്ങനെ പറഞ്ഞില്ല എനിക്ക് പോളി. ഞാനൊരു കാര്യം അങ്ങനെയല്ല, കണ്ണടച്ച് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് ശ്വസിക്കുമ്പോഴാണ്. ഇത് കണ്ണും ഇത് കണ്ണുമ്പിക്കാണ്ട് ഇതാക്കിയവരെ കണ്ണരി. ആണോ? ഇത് ട്രൈ ചെയ്ത് നോക്ക്. കണ്ണുമ്പിക്കാണ്ട് അരി ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് കൈയൊക്കെ മുറിഞ്ഞ് ആനക്കറിയില്ല. എന്റെ കണ്ണൊത്തി മാജിക് കാണിച്ചാ. ഞാൻ അത് ഹാഫ് അരിഞ്ഞിപ്പം. ഓക്കെ, നോക്കാതെ അരിയാ. പണ്ട് വെപ്പാരപ്പം പോയിനോ പാർട്ട് ടൈം ആയിട്ട്? മാജിക് 1 കിലോ. അരി 1.5 വാങ്ങിയത്. അങ്ങനെ ഇടറമ്മ. ഞാൻ ഇത് ചരിത്രം പറഞ്ഞിട്ട് ഇതിന്റെ ഇന്ത്യൻ നോളജ് പ്രകാരം നമ്മളെ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മളെ കണ്ണുക്ക് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ആ ഒരു സാധനം തട്ടുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, പണ്ട് കാലത്തെ ഉള്ളിയും തക്കാളിയും ഇതെന്താ ചളി വരാലോ. അല്ല, ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും ഇങ്ങനെ നടന്നു പോയിന്. ഇവന്റെ സംസാരം എങ്ങനെ പോടുന്നുള്ളത് എനിക്ക് തുടങ്ങുന്നതിന് മുന്നേ. അല്ല, ഇങ്ങനെ ഒരു കഥ ഉണ്ട്. അത് നേരാണോ അല്ലേ നിങ്ങൾ പറയാ. അങ്ങനെ ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും നടന്നു പോകുന്ന സമയത്ത് ഒരു വണ്ടി ചോദ്യമുണ്ട്. ഉള്ളിക്കും തക്കാളിക്കും ജീവൻ അതൊരു കഥയാണ്. കഥയിൽ ചോദ്യം വിശ്വസിക്കാൻ പറ്റുന്ന കേക്ക് നിങ്ങൾ ആദ്യം കടന്നോ ഇത് വരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? ഇവര് നടന്നു പോകുന്ന സമയത്ത് ഒരു വണ്ടി വന്നുകൊണ്ട് ഇടിച്ചുകൊണ്ട് ഉള്ളി മരിച്ചു. അല്ല, തക്കാളി മരിച്ചു. തക്കാളി മരിച്ചപ്പം ഉരുളക്കിഴങ്ങും അല്ല പറയണേക്കെ ഉരുളക്കിഴങ്ങും ഉള്ളി എന്ത് ചെയ്തു? കരഞ്ഞു. അങ്ങനെ ഇവര് യാത്ര തുടർന്ന് മരിച്ചാളെ കുഴിച്ചിട്ട് യാത്ര തുടർന്ന് അങ്ങനെ പറയണേക്കെ. അങ്ങനെ പോണ സമയത്ത് ഇതിങ്ങനെ എന്നെ ഇതാക്കല്ലേ. ഇങ്ങനെ പോണ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു വണ്ടി ഒന്ന് ഇടിച്ചാണ്ട് ആരും മരിച്ചു, ഉരുളക്കിഴങ്ങും മരിച്ചു. അപ്പം ഉള്ളി കരഞ്ഞു, ഉരുളക്കിഴങ്ങിനും വേണ്ടി ഉള്ളി കരഞ്ഞു. കാരണം തക്കാളി ആദ്യം മരിച്ചു പോയല്ലോ. അപ്പോൾ ഉരുളക്കിഴങ്ങിനും വേണ്ടി ഉള്ളി കരഞ്ഞു. അതിൽ ഉരുളക്കിഴങ്ങും കൂടി മരിച്ചു പോയപ്പോൾ ഉള്ളിക്ക് ആകെ എന്തായി?
ഒരു ഫീലിങ്. ഇനിയിപ്പോ ഞാൻ മരിച്ചാലും ആരാ പഠിച്ചോനെ കരയാന്നുള്ളൊക്കെ ഒരു ഞാൻ ട്വിസ്റ്റ് പറയട്ടെ, രണ്ടാളും വണ്ടി അടിച്ച് മരിച്ചപ്പോൾ എനിക്ക് വേറെ ഡൗട്ടും കൂടി അതിൽ വന്നു. ഉള്ളി വന്നാണെങ്കിലോ? കാരണം ഇതിലെന്തോ ഒരു കൊട്ടേഷൻ ഉണ്ടോ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം രണ്ടാളിങ്ങനെ വണ്ടി അടിച്ച് മരിച്ചിന് ഒരു സ്ഥലത്തേക്ക് നടന്നു പോകുമ്പോൾ. അതാണ് ഏതായാലും കഥ കേട്ടപ്പോൾ ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളി ഇങ്ങനെ പഠിച്ചവനോട് ദൈവത്തോട് എന്ത് ചെയ്തു, ഇങ്ങനെ ഇത് പറഞ്ഞ് സങ്കടപ്പെട്ടപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു ഉള്ളിനോട്. ഉള്ളിയെ ഇജ്ജ് പേടിച്ചണ്ട, വിഷമിക്കണ്ട. എങ്ങനെ, ഏത് ഭാഷയിലെ പറഞ്ഞു? അത് ചോദിക്കല്ലേ. ഇജ്ജ് മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം എന്ത് ചെയ്യും, കരയും. അല്ലെങ്കിൽ അതിനെ കൊല്ലുന്ന ആൾക്കാർ മൊത്തം എന്ത് ചെയ്യും, കരയുന്ന് ദൈവം ഉള്ളിനോട് പറഞ്ഞു എന്ന് അറിയണത്. അതുകൊണ്ടാണ് ഉള്ളി അരിയുമ്പോൾ, ഉള്ളിനെ നമ്മൾ കൊല്ലല്ലേ, ഉള്ളി അരിയുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണത്, കരയണത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. എനിക്കറിയുന്ന അറിയില്ല. അതിൻ്റെ ഞാൻ എൻ്റെ അഭിപ്രായത്തിലേ നിങ്ങൾ നാളെ മറ്റന്നാളെ ട്രിപ്പ് പോണില്ലേ, അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അത് കുറെ ചരിത്രങ്ങൾ ഉറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം കുറെ ഇല്ല, എനിക്ക് കുറെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ക്യാമറ കൊണ്ട് നേടി പിടിച്ചാ ഇനിയിപ്പൊ കമന്റ് ബോക്സിൽ പറയാം അസുറൊക്കെ ഒന്ന് കേൾക്കാതെ. ഇതൊക്കെ കേൾക്കാണ്ടാണ് നമ്മളിവിടെ വെച്ചിരിക്കണത് കേട്ടോ. കേക്കിയ സാധനങ്ങൾ പിന്നെയും കേൾക്കണോ? വെല്ലുള്ളിയോ? വെല്ലുള്ളി കേൾക്കേണ്ട ആവശ്യമില്ല അനശ്വ. ഉള്ളി എങ്ങനെ കേൾക്കുക? ഉള്ളി നമ്മൾ പുറത്തത്തെ തൊലി കളഞ്ഞിട്ട് ഉള്ളല്ലേ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാ ഞാനൊക്കെ വെല്ലുവിളിന്റെ പുറത്തത്തെ തോട് കളഞ്ഞു. ഞാനൊക്കെ കളഞ്ഞു നോക്ക്, ഇത് ഫുള്ള് കളഞ്ഞു. ഞാൻ കാണിച്ചേക്കട്ടെ, ഇത് തേങ്ങ പൊട്ടിച്ചാണ്ട് തേങ്ങന്റെ ഉള്ളിൽ കേൾക്കാണ്ട് ഇതെന്താ ചക്ക പുറത്ത് കേൾക്കാണ്ടാണ് ഉള്ളിൽ ചുളഞ്ഞത്. ഏത്? ഇത് തന്നെ. ഇതിന് രണ്ട്, ഈ തൊലിയും കളഞ്ഞു, പുറത്തത്തെ ഒരു തൊലിയും കളഞ്ഞു. കൊണ്ട് കേൾക്കാരണോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയട്ടോ അസലേ, ഇതും കൂടി മതി. ഒന്നും പറയണ്ട. അത് ടർഫൊക്കെ അല്ലേ, ഞങ്ങളിത് കഴിഞ്ഞാ പോവും. അപ്പോൾ ഗായ്സ് നമ്മളുടെ തക്കാളി അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചമുളക് അരിയാണ്ട്, കുറച്ച് ഇഞ്ചി അരിയാണ്ട്, വെളുത്തുള്ളി ഓൾറെഡി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് എല്ലാം, അതായത് ഈ സംഭവങ്ങളൊക്കെ അരിഞ്ഞാണ്ട് നമുക്കൊരു പാത്രത്തിൽ ആയി കിട്ടിക്കഴിഞ്ഞാൽ വെറും 25 മിനിറ്റ് മതി എന്ത് ഈ സാധനം ഉണ്ടാക്കാൻ. ഇത് മനസ്സന്മാർ തിന്നണമൊന്നും തിന്നരുത്, ഇത് പക്ഷെ ഓക്കെയാണ്. തക്കാളി ഫ്രൂട്ട് അല്ലേ, ഫ്രൂട്ടും വെജിറ്റബിളും കൂടിയാണ്, രണ്ടായിട്ട് ഉപയോഗിക്കും അല്ലേ. ഇത് അരിയണ്ട സാറോ? ലാസ്റ്റ് നമുക്ക് ആവശ്യം. ഇപ്പോൾ വേണ്ട, ഇനി പച്ചമുളക് കേൾക്കുക, ഇനി ഭർത്ത അതേ കാര്യം കാണിട്ട് അസുറൊക്കെ കേൾക്കില്ല. അത് കാണിച്ചെടുക്കുക. കേൾക്കാത്ത കംപ്ലൈന്റ് പറഞ്ഞവരൊക്കെ കണ്ടോളി. നാളെ കഴിഞ്ഞ നമ്മള് കക്കടമ്പയിൽ പോയെന്നേ, അന്ന് കുക്കിംഗ് ചെയ്തില്ല നമ്മള്. നിഹാലിനോട് അരി കഴിക്കാൻ പറഞ്ഞു. ഈ ചങ്ങായി സോപ്പും കൂടി എവിടെയാണ് കാര്യത്തിൽ? ആ വ്ളോഗിലുണ്ട് കാര്യത്തിൽ പറഞ്ഞാണ് സോപ്പും കൂടി എവിടെയാണ്. ഇജ്ജ് കുറച്ച് അരിയാൻ കൂടി കൊടുത്താ ചെല്ലേ. ഇന്ന് ഫുള്ളേ ബോസ് ക്യാമറ പിടിച്ച് ഇങ്ങനെ കുത്തിരിക്കാണ്. എനിക്ക് ആ റെസിപ്പി പറഞ്ഞിട്ടില്ലാറുണ്ടോ? പിന്നെന്താ ഇങ്ങനെ കയറണം കേട്ടോ, നടു മാത്രം ജസ്റ്റ് ഇങ്ങനെ കയറിട്ടാ മതി. തെറ്റിച്ചാ പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. അത് കയറല്ല തന്നെ അല്ല, അതിന് വളഞ്ഞു കഴിഞ്ഞാൽ അടി ഇട്ടിട്ടുണ്ട്. ലൈന് തെറ്റാതെ അതിനൊരു വരണ്ട്, അത് തെറ്റാതെ വേണം മുറിച്ചാന്. അതെ, മതി. ഈ ജോളൊന്നും മുറിച്ചിട്ടുണ്ടെങ്കിൽ അവളോട് 5 മുറിച്ച് ആ സമയം കൊണ്ടല്ലേ. യു ആർ ടു സ്ലോ. ഓ, എനിക്ക് തിന്നാനേ ഞങ്ങൾ നാളെ കൊണ്ടുവന്ന നിന്റെ കോണാണിച്ച് കാണിച്ചു. ഒരു ചിക്കൻ കണ്ട ചിന്നോട് എടുക്കാൻ അയച്ചില്ല അന്നില്ലേ. ഇജ്ജ് ഫ്രിഡ്ജിൽ ചെന്ന ചിക്കന് അത് മതി, എത്ര മതി. എനിക്ക് നല്ലൊരു പണി ഞാൻ തരാം. ഇഞ്ചി അരിഞ്ഞോ? ഇഞ്ചി കേക്കണ്ട എനിക്ക്? ഇഞ്ചിമത്തെ ഒരു ചോളി അവിടെ കാണാൻ പാടില്ല. കേക്ക് അതന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് നമ്മള് തൊലി കളയുണ്ട്. അത് കേക്ക് നോ.
അതോ അപ്പൊ ഞാൻ അരിയെല്ലാം മുടിച്ചെല്ലാം കഴിഞ്ഞില്ലേ? എനിക്ക് ഇപ്പൊ ഈ പെണ്ണുങ്ങൾ എന്തെങ്കിലും ചെറിയ സംഭവം പറയുമ്പോൾ ഞാൻ എന്റെ പരിക്ക് പറയണ എന്തിനാ? എനിക്കറിയില്ല. പെരി പോയി കഴിഞ്ഞാൽ അവിടെ ആരൊന്നും മുണ്ടൂല. ചോദിക്കട്ടെ എന്നിട്ട് പോകുമോ? എന്നിട്ട് പോവാ എന്നിട്ട് പോവാ ഞാൻ പോവാ അല്ലെങ്കിൽ പിന്നെ പറച്ചില്ലാണ് പോണം. അതെ ഇതൊരു എംപവറിംഗ് വുമൺ ആയി അതൊരു സാധനം. ഇവിടെ പേര അവിടെ ഇവിടുന്ന് ആകെ 10-15 കിലോമീറ്റർ ഉള്ളു. ഇവിടെ വരികെ എന്റെ പേരെ ഞാൻ കണ്ടു മഞ്ചേരി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തൊള്ളട്ടാണ്ടേ ബാസിലൊന്ന് കൊണ്ടുവരാൻ വന്നു. ഞാൻ കണ്ടത് ടോപ്പ് അങ്ങോട്ട് വണ്ടിനെ എത്തണ വലുതാ. എന്നിട്ട് തന്നെ ഞങ്ങൾ റോട്ടിൽ നിർത്തിയേക്കാം ബസ് സ്റ്റാൻഡിന്റെ അവിടെ. എന്നിട്ട് അങ്ങോട്ട് ഉള്ളിൽ കാട്ടിക്ക് ബാസിൽ നടന്നു പോയിക്ക. ഇവിടെ എങ്ങനെയാ നാളെ ഓട്ടോറിക്ഷ കേട്ടുകഴിഞ്ഞാല് മറ്റേ ആലുവ മറ്റേ മെട്രോ സ്റ്റേഷന്റെ അടിയിലെ പേര അല്ലേ ഒരു 5 കൊല്ലം മുമ്പേ ഓട്ടോറിക്ഷ എന്നപ്പോ കൊണ്ടേ പുല്ലിട്ട് കൊടുത്തു. അതായത് ആദ്യമായിട്ട് കാണുന്നത് എന്താ സാധനം അറിയില്ല. ഇവിടെ നാട്ടിലൊക്കെ അറസ്റ്റിന്റെ ബലേന കൊണ്ട് പോയപ്പോ കൊറേ കുട്ടികൾ പിന്നാലെ കൂടെ ഓട്ടോറിക്ഷക്ക് പുല്ലിട്ടെടുത്ത ആളാണ് അവളൊക്കെ. എന്നിട്ട് നമ്മളെ നാടിനെ കുറ്റം പറയാം. പട്ടിക്കാടാണ് ആലുവാസിലെ ശരിക്കും പട്ടിക്കാട് പറഞ്ഞ സ്ഥലം. ഞാൻ അവിടുത്തെ ആൾക്കാർ വന്നാണ്ട് പട്ടിക്കാട് പറഞ്ഞ സ്ഥലമുണ്ട്. നല്ല ബ്രാൻഡ് ഒന്നല്ല എനിക്ക് എല്ലാം കേൾക്കണം. ഓക്കെ എല്ലാ സാധനവും കേൾക്കണം. എന്നിട്ട് എന്നോട് പറയേ എന്താണ് ആര് ചവിട്ടി ഉണ്ടാക്കിയാണെന്ന് അറിയില്ല, ഇത് എവിടുന്ന് പറിച്ചുകാണ്ട് മൂക്ക് തോണ്ടിയാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞേ ഓള് മിഞ്ഞാന്ന് കടലുട്ടായി അടിച്ചിട്ടുണ്ടേനി. അപ്പൊ ഈ പാക്കറ്റാക്കി മുട്ടായൊക്കെ എങ്ങനെ വരുന്നതാണോ ചോദിച്ചാൽ അതൊക്കെ കണ്ടിട്ടില്ലേ? ചവിട്ടിക്കാണ്ട് മറ്റേ കാലുകൊണ്ട് തിരുമ്മിക്കാണ്ട് നേരെ പണിക്ക് വരുന്ന ചിലപ്പോൾ ചെരുപ്പില്ലാതെ കാരണം എന്നിട്ട് നേരെ റൂമൊക്കെ ഇറങ്ങാണ്ട് ചവിട്ടി കടല മുട്ടായി ഇങ്ങനെ ഉണ്ടായിക്കാണ്ട് അതാണ് ചുറ്റിക്കുട്ടുന്നത്. അതെനിക്കറിയോ കാര്യം? ഈ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണോ? ചോക്ലേറ്റ് ഇങ്ങനെ മേലെന്ന് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണ മേലെന്ന് അടിക്ക് ഇങ്ങനെ വരുമ്പം കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് കിളിമ്പിക്കാണ്ട് ഇങ്ങനെ ഒരു സാധനം ആക്കും. എന്നിട്ട് അത് നിലത്ത് വെച്ചാണ്ട് പരത്തി ഇനിയിപ്പം അത് നല്ലോണം പരന്നിട്ടില്ല നൈസായിട്ടില്ലെങ്കിൽ 2-3 കുട്ടികളെ അതിനെ മേലെ കയറ്റി നിർത്തും. എന്നിട്ട് ചവിട്ടി പരത്തും. അതെനിക്കറിയോ? ഇതൊന്നും അറിയാം. എന്നിട്ട് നിങ്ങൾ പച്ചക്കറിയുടെ കാര്യം വരുമ്പോൾ ഹൈജീനെ പറ്റി സംസാരിച്ചു. ഈ തേനൂട്ട എങ്ങനെ ഉണ്ടാക്കണോ? ഞാൻ പറയട്ടെ ഞാൻ അവസരം ഇറങ്ങി പറയുമോളെ. ബാസിലിനെ പറയാനെന്താരോ? ബാസിലെ പറയാൻ കുറേ ഉണ്ട്. പക്ഷെ ഇജ് കഴിഞ്ഞ പ്രാവശ്യം എയറിലൊന്നല്ലേ ഇനി എവിടെ ഒരു എയറിലായ സന്ദർഭം പറയും. അങ്ങനെയാണ് ഞാൻ ബാസിൽ ഇജ് എയറിലായ ഒരു സന്ദർഭം പറയാം. അങ്ങനെയാണ് ഞാൻ ബാസിലിനെ തിന്നാണ്ട് സന്ദർഭം പറയ് എന്ത്. പക്ഷെ എന്നിട്ട് എന്റെ ഫുഡ് അടിപൊളിയാണ് പറഞ്ഞാരാ? ഞങ്ങള് എന്റെ ഫുഡ് ഇല്ലേ ബാസില നമ്മളെത്രയൊക്കെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ നെക്സ്റ്റ് ഒപ്പം നിന്നു. അതെ അത് അത്രേ ഉള്ളൂ. നമ്മള് പറയണൊക്കെ ചെയ്ത് മൈൻഡിലെടുക്കണം. ബാസിൽ എന്നിട്ട് ഇജ് ഉണ്ടാക്കുന്ന ചെടിയിൽ ആ മൂലൊക്കെ പോയിട്ട് എന്നോട് പറഞ്ഞു ഫുഡ് രസമില്ലേ വസ്ത്രോ രസമുണ്ട് എന്ന് പറയണം കേട്ടോ അല്ലെങ്കിൽ ഒക്കെ സങ്കടം എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്താണ് നമ്മള് ഇല്ല ടോണ് മാറി നീലി ആയിട്ട് ഇവിടെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു. നീലി ഇല്ല ഞാൻ പറയട്ടെ നിശ്വാ, നീ ഈ സ്കൂളിൽ പഠിച്ച ടൈമിന് അനക്ക് എന്താണ് ഒരു ഇതുണ്ടാവും, ഒരു ലൈഫ് സ്റ്റൈലേ ഉണ്ടായിരുന്നത്. പെണ്ണ് കെട്ടിയതിൻ്റെ ശേഷം ആ സ്കൂൾ ജീവിതവും ഇതും തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കൾക്ക് ഫീൽ ചെയ്തത്? പറയും എന്തൊക്കെ മാറ്റങ്ങൾ. ആദ്യം എനിക്ക് ഈ വ്ളോഗിൽ തന്നെ പറയാണ്ട് വാസല. ഇപ്പൊ +2 പഠിക്കുന്ന മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. +2 +1 പഠിക്കുന്ന മക്കള്, നിങ്ങൾ മറ്റേ ഹസാഡിയൻസ് കൊസൂഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഗ്യാങ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഗ്യാങ് +2 കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോണില്ല എന്നുള്ള സത്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. എനിക്കൊക്കെ ഉണ്ടായിരുന്ന ചെങ്ങന്മാരെന്ന് പറയുന്നത് കയ്യും കണക്കില്ലാത്ത പോലെ. ഇനി ഓരോരോ വർഷം +2 കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഓരോരോ വർഷം കഴിയും തോറും ഒരു 5 ആൾ 10 ആളൊക്കെ ഇങ്ങനെ കൊഞ്ഞ് എല്ലാവർക്കും എല്ലാവരുടെ ജീവിതം എന്താണ് നോക്കേണ്ട ഒരു ടൈമാണ്. +2 കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ ടേണിംഗ് പോയിന്റിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്കും +2 കഴിഞ്ഞതിൻ്റെ ശേഷം പുതിയ ചെങ്ങന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ പഴയ ചെങ്ങന്മാർ പറയുന്നത് അത് നമ്മുടെ മനസ്സിലുള്ള ഫ്രണ്ട്സ് തന്നെ കാരണം, പക്ഷെ ഓരുടേതായുള്ള ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്കാരം ഓരോ വേറെ റൂട്ട് കൂടെ പോകും. നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിൽ നമ്മൾ പിന്നെ പുതിയ ഫ്രണ്ട്സിനെ കണ്ടെത്തും. പക്ഷേ നിങ്ങൾ വിചാരിക്കും ആ ഫ്രണ്ട്സും നിങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ആ ഫ്രണ്ട്സും എന്തുണ്ടാവില്ല,
പഠിത്തം കഴിഞ്ഞാൽ ഓർക്ക് ഓരോ ജീവിതം ജോബായിട്ട് അങ്ങനെ അങ്ങനെ പോകേണ്ടി വരും. ലാസ്റ്റിക്ക് നമ്മളുടെ സ്വന്തം കാര്യം നമ്മളെ നോക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാ പ്ലസ് ടു മക്കളും വിചാരിക്കുക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവൻ എൻ്റെ കാലം ഇനിയുള്ള 10-20 വർഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അല്ല അല്ല, അതാണ് ഞാനും ബാസിലും ഇപ്പം പഠിച്ചിട്ട് ഫ്രണ്ട്സ് ആയതാണോ? അല്ല, ഞാനും ബാസിലും ഇപ്പം ഏകദേശം ഒരു 5 കൊല്ലത്തെ പരിചയം ഉണ്ടാവും. ബാസിലെ 2020 നമ്മൾ പരിചയപ്പെട്ടു. കൊറോണ ടൈമിന്, കൊറോണ വന്നതിന് ശേഷം നമ്മൾ പരിചയപ്പെട്ടു. ആണേ 19 ലാസ്റ്റ്. 19 ലാസ്റ്റിലാണ് ഞാൻ ബാസിലെ പരിചയപ്പെട്ടത്. പക്ഷെ എനിക്ക് ഇതേമാതിരി പ്ലസ് ടുവിലും 10ാം ക്ലാസ്സിലൊക്കെ മറ്റേ കൊടിയും പിടിച്ച് മറ്റേ ബുള്ളറ്റൊക്കെ പൊന്തിച്ച് മുന്നൊക്കെ പൊന്തിച്ചാണ്ട് കറക്കിന് നമ്മൾ അങ്ങനെ പോയ അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ നമുക്കുണ്ടേനി. അത് മെയിൻ ആവാനും പുളിയാനൊക്കെ നമ്മൾ കുറേ നിന്നതാ. പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മളുടെ അഡ്ഡേൻ്റെ നമ്മുടെ ജീവിതകാലം ഫുള്ള് ഓരോ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ പ്ലസ് ടു ഇനി എക്സാമൊക്കെ നടക്കാൻ പോകുന്ന മക്കളോടാണ് പറയാനുള്ളത്, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരറ്റം ഇപ്പോഴത്തെ ഒരു പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ മറ്റേ അറ്റം എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അത് പടച്ചവനായിട്ട് വരച്ചൊരു സംഭവം ഉണ്ടാവും, അതിൽ കൂടെ നിങ്ങൾക്ക് പോകാൻ കഴിയുള്ളൂ. അത് എത്രയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ LKG UKG പോവാ, 1 മുതൽ 10 വരെ പോവാ, അത് കഴിഞ്ഞാൽ ഒരു ഡിഗ്രിക്ക് പോവാ, അത് അല്ല പ്ലസ് ടു പോവാ. പ്ലസ് ടു കഴിഞ്ഞിട്ട് എല്ലാവരും എടുക്കണമായിരിക്കും, അതായത് എല്ലാവരും ഇല്ല പറയുന്നത്, ഒരു 80-85% ആൾക്കാർ ഇങ്ങനെയാണ്. പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഡിഗ്രി എടുക്കുക, ഡിഗ്രിക്ക് പോവാ. ഡിഗ്രി കഴിഞ്ഞാലോ ഏതെങ്കിലും PG എടുക്കുക, അതുമായി ബന്ധപ്പെട്ട് PG എടുക്കുക, PGക്ക് പോവാ. എവിടെ എത്തൂല നമ്മളെ ലൈഫിന്റെ ഒരു എന്നുള്ളതല്ല. അത് സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം പോയത്, അപ്പൊ ഞാനും പോവാ. അതാണ് കൂടുതൽ 80-85%. ബാക്കി ഒരു 15 ഉണ്ട് കേട്ടോ, കറക്റ്റ് ഒരു പ്ലാനിങ്ങിലും ഇതിലൊക്കെ പോണവരുണ്ട്. പക്ഷെ 85% ആളുകളും ഒരു ലക്ഷ്യബോധം ഇല്ലാതെ, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ തന്നെ പറയലുണ്ട്, ഒരു LP UP അധ്യാപകനാവാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഒരിക്കലും PG പോയി സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഓല് ഡിഗ്രി എടുക്കണം. ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ക്വാളിഫിക്കേഷൻ കേട്ടിട്ട് കാര്യങ്ങൾ ഇതൊക്കെ എഴുതിയിട്ട് ഇനിയിപ്പോൾ DLED അല്ലെങ്കിൽ BEd ചെയ്തിട്ട് പിന്നെ ഒരു ഡിഗ്രി നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നല്ലതാണ്. ശരിക്കും ഡിഗ്രീൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ ഇനിയുള്ള കാലത്തിന് ഡിഗ്രിയൊക്കെ നിർബന്ധമായിരിക്കും. അപ്പോൾ ഡിഗ്രി എടുത്തോളി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, PGക്ക് പോകണ്ട. കാരണം ആ PGക്ക് പോകേണ്ട 2 വർഷം കൂടി ഉണ്ടെങ്കിൽ 2 വർഷം കൂടി മുന്നേ സർവീസിൽ കയറാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നമുക്കൊരു കറക്റ്റ് ഒരു ഇതില്ല, അത് നമുക്ക് തരാൻ ആൾക്കാരും ഇല്ല കേട്ടോ. അതായത് കറക്റ്റ്. അതൊന്നാമത് അതിന്റെ ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നം നാട്ടിലത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാത്രമല്ല, നാട്ടുകാരും നമ്മളുടെ കുടുംബക്കാരും. നമ്മളെ കുടുംബക്കാരും ഇൻ ദ സെൻസ് നമ്മളുടെ ബാക്കിയുള്ള നമ്മൾ കൂടുതൽ ആളുകൾക്ക് ഒറ്റ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി, കൂടുതൽ ആൾക്കാർക്ക് നിങ്ങൾ നന്നായി കാണാൻ ആഗ്രഹിക്കാത്തവരെ കാരണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഒരു വഴി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പോകണ്ട, ഇതിന് പോയാൽ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കേൾക്കാൻ നിൽക്കുക. പിന്നെ എല്ലാവരും തൃപ്തിപ്പെടുത്തിയാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അതെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചെയ്യാം. അത് കഴിയൂല. നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രീമിന് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഉറപ്പന്നല്ലേ ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ ബാക്കിയുള്ള ഒരു ഉറപ്പിനനുസരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു ടൈം ആകുമ്പോൾ നിങ്ങളോട് ഈ കോഴ്സ് സജസ്റ്റ് ചെയ്ത ആൾക്കാർ തന്നെ വേറെ ഏതെങ്കിലും ഇതിൽ പോയക്കും, എന്നിട്ട് ഓല് അറിഞ്ഞിട്ടും കൂടി ഉണ്ടാവില്ല നിങ്ങൾ ഈ കോഴ്സിന് പോയത്. ചിലപ്പോൾ ഓരോക്കാർ ഏറ്റവും കൂടുതൽ പ്രഷർ ചെയ്തിട്ടുണ്ടാവുക, ഈ കോഴ്സിന് പോയാൽ മതി, അങ്ങനെ പോയാൽ മതി, ഇങ്ങനെ പോയത്. നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ, പക്ഷേ എൻ്റെ പ്രതി ഞാൻ പറഞ്ഞ മനസ്സിലായി, പ്ലസ് ടു കഴിഞ്ഞേക്ക് തന്നെ അടുത്തൊരു കോഴ്സിന് അർജൻറ്റ് കൂടി പോവാതെ കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ടൈം അത്ര ടൈം കൊടുക്കാതെ കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ പ്ലസ് 1 കയറുമ്പോൾ തന്നെ ഇതൊരു ലൂപ്പാണ് സത്യം പറഞ്ഞാൽ. അപ്പൊ എന്താ ശരി, നമുക്കൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞേക്കാൻ എന്താ പറയുക, ഞാൻ 10 കാട്ടിനോ എന്റെ ചങ്ങന്മാർക്ക് സയൻസ് ആണ്, ഞാനും സയൻസ് എടുക്കാറ്. എടാ നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊക്കെ ശരിക്കും ഒരു സ്കില്ല് സാധനമൊക്കെ വരണം. ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ അതിൽ തൃപ്തനല്ല. കാരണം പിന്നെന്താ വെച്ചാല് നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം ഇതാവുമ്പോൾ നമ്മൾ ഇതില് പോകല്ലാതെ നമുക്കായിട്ട് വേറെ സിസ്റ്റം. ഇപ്പൊ എന്റെ അഞ്ചെണ്ണം ബോക്സിങ്ങിന്റെ സാധനം ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം സ്കൂളിന് വേണ്ടിയിട്ടാണ് കളിക്കാൻ പോണത്. സ്വന്തം സ്കൂളിൽ ഒരാൾ പോലും അതിന് കൂടെ പോയി കൊടുക്കാൻ. ഇവിടെ എന്താ വെച്ചാൽ ഫുള്ള് പഠിച്ച ഫുള്ള് മാർക്ക് വാങ്ങുക, ഫുള്ള് ബുക്ക് തിന്നുക. അതായത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമല്ല പ്രയോറിറ്റി, അതിനോട് നമുക്ക് എന്തില്ല ഒരു താല്പര്യമില്ല. എല്ലാം വേണം അല്ലേ, പഠിക്കണ്ടെന്നല്ല, പക്ഷെ അതിന് മാത്രം കുട്ടികളെ ഇതാക്കരുതെന്നുള്ളൊരു സാധനമാണ് നമ്മൾ പറയുന്നത്. കുറച്ചൊക്കെ എല്ലാ പരിപാടി സോഷ്യൽ ആവണം, എല്ലാം അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് ഇതൊക്കെ പറയാൻ കഴിഞ്ഞാൽ പിന്നെ വലിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ ഗായ്സ് അസറോ പറഞ്ഞോ. അപ്പൊ ഇനി നമ്മള് വ്ളോഗിന്റെ മെയിൻ കണ്ടന്റിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് എടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നമ്മൾ പതുക്കെ, ഇത് അളവ് എത്രയാണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ കഴിയില്ല, എനിക്കത് കണ്ടു കഴിഞ്ഞാൽ അറിയാം 1 കിലോന് ഇത്രയാണെന്നുള്ളത്. എനിക്ക് മൈൻഡ് സിഗ്നൽ തരും, ഇത്ര ഒഴിച്ചാൽ മതി, അപ്പോൾ അത്ര ഒഴിക്കും.
അല്ലാതെ അളന്ന് കുറിച്ച് കണക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളൊരു ഊഹം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ ഇത് എന്നുണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇത് കൂടുതൽ. അപ്പോൾ നിങ്ങളൊരു ഐഡിയക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ കണക്ക് മനസ്സിലാക്കുക കേട്ടോ. കാരണം നമ്മളെ കുക്ക് ഒരു സ്പെഷ്യൽ കുക്കാണ്. അതെ, അളവ് അങ്ങനെ പറഞ്ഞു തരാനൊന്നും കഴിയൂല. നമുക്ക് അളവ് അറിയാം, നമ്മളെ ഫിറോസ് ഖാന്റെ മാതിരിയാണ് ഇങ്ങനെ ഇടും. എത്ര എന്താന്നൊന്നുമില്ല. ഫിറോസ് ഖാൻ നിർത്തില്ല വ്ളോഗ്. എടാ എന്താ പറ്റി? ഫിറോസ് ഖാന്റെ ഇത് ആനയായിട്ടും മുയലായിട്ടും മയിലായിട്ടും നമ്മള് പുറത്ത് ജീവിക്കണവർക്ക് വലിയൊരു ആശ്വാസം ഫിറോസ് ഖാൻ. എന്തെങ്കിലും ബ്രെഡൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ മൂപ്പരുണ്ടാക്കുന്ന ചിക്കൻ കറിയൊക്കെ കണ്ടാണ് അങ്ങനെ അത് കൊപ്പി തിന്നാൻ തോന്നും, പക്ഷെ കഴിയൂലല്ലോ. ഇന്ന് നിങ്ങളെ ഞെട്ടിക്കും ഞാൻ മധുത്താണെന്ന് റെഡി അല്ലമ്മ? എടി നോക്കി പഠിക്കട്ടോ, ഇടക്കിടക്ക് ഉണ്ടാക്കി തരാനാണ്. ഇപ്പൊ നമ്മള് ഫസ്റ്റ് എന്തിട്ടു? കാർഡമോമല്ലേ ഇത്? കാർഡമോമല്ലേ? കാർഡമോമല്ലത് ആണ്, അതന്നെ. സിന്നമൺ അല്ലത്, സിന്നമൺ സ്റ്റിക്ക് അത്. അപ്പൊ കാർഡമോമ ഇതല്ലേ? അല്ല, ഇതിനങ്ങനെ പേരൊന്നുമില്ല, എനിക്കറിയാം. നമ്മളിവിടെ മൈക്ക് ഇട്ടു, ഇതിന് മൈക്ക് എന്ന് വിളിക്കട്ടോ. മൈക്കിനെ പോലെ കാണാം, മൈക്ക്. എത്ര എണ്ണം നസ്രോ? എടാ ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ എത്ര ഇടണം എന്നുള്ള ഇടുക. ഒരു നാക്കിലിടുക. ഇതിപ്പോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന പോലാണെങ്കിൽ ചിലപ്പോൾ പാളും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇനി കുറക്കേണ്ടതെന്ന്. അപ്പൊ അതിനനുസരിച്ച് കുറക്കുക. അത് ഉണ്ടാക്കി വേണം പഠിച്ചാലേ. അതെ, ഒരു 10-15 കിട്ടുന്നുണ്ടോ അതില്? 15 കിട്ടില്ല ക്ലാസ്സിലെ. എന്തൊക്കെയാ പറയാ, കറുകപ്പട്ടിട്ട്. അപ്പൊ നമ്മള് വാങ്ങിയ സാധനങ്ങളൊക്കെ ഇടലേക്ക് അത് വിചാരിച്ച എല്ലാം കൂടെ ഒപ്പിട്ടാണ് അടച്ചക്കാൻ നിൽക്കരുത്. അപ്പൊ ചിക്കൻ മസാല ആടാ, ചിക്കൻ മസാല നേരെ എണ്ണി കാണൂടെ? അല്ല ഇതെന്താ പൊട്ടിത്തെറിച്ചിന്? അതുണ്ടാവും പറഞ്ഞല്ലോ. നമുക്ക് ഏലക്കായ ഉണ്ടോ ഇവിടെ? എടി ഏലക്കായ ഉണ്ടോ? എവിടെ? വേണ്ടോ? ഫാസ്റ്റ് ഫാസ്റ്റ്. അപ്പൊ ഗൈസ് മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എടി വിളിക്കുന്നുണ്ട് ചെക്കന്മാര്. നമ്മൾ അരിഞ്ഞത് ഇതാണ്. നമ്മളിന്ന് ഇടാൻ പോകുന്നത് വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മള് വെല്ലുള്ളിയാണ് ഫസ്റ്റ് ഇടാൻ പോണത്. എല്ലാരും റെസിപ്പി ചോദിച്ചാൽ നോക്കി മനസ്സിലായിക്കോളിട്ടോ. വെല്ലുള്ളി ഫസ്റ്റ് ഇടുക. വെല്ലുള്ളി ഫസ്റ്റ് ഇട്ടിട്ട് നമുക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്തിടണം? ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണം. അത് ലാസ്റ്റ് ഇടണോലുണ്ട്, ഫസ്റ്റ് ഇടണോല്. ഞാൻ ഫസ്റ്റ് ഇടും. എന്നിട്ട് അതൊന്ന് വാടി കഴിഞ്ഞേക്ക് നമ്മൾ എന്ത് ചെയ്യും? തക്കാളി, പച്ചമുളക് കൊടുക്കും. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇത് വാട്ടാന്നുള്ളതാണ്. വാട്ടാന് നമുക്ക് ഇളക്കണ കയ്യിലോടെ ഏലക്കായ നമുക്ക് എനിക്കൊരു 4-5 നോക്കാം. ഒന്നുകൂടി എടുക്കും. 4 മതി. എടി ഇത് നോക്കി പഠിച്ചടി. എടി ഇത് നോക്കി പഠിക്കട്ടോ. എവിടെ അനക്ക് നാളെ അസുഖം ഫുള്ള് പറഞ്ഞു തന്നിട്ടില്ലാന്ന് പറഞ്ഞല്ലേ? ഞാൻ ആർക്കും അങ്ങനെ പറഞ്ഞു പോരാ. എന്നോട് മനസ്സ് ചോദിച്ചാൽ എങ്ങനെയാണ് അത് ഉണ്ടാക്കാന്ന് ചോദിച്ചു. അപ്പൊ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞത്, അതിലേക്ക് ഏത് മസാല ഇടുക എന്നുള്ളത് ചോദിച്ചില്ല. എവിടെ ഇപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് മാത്രല്ല, എൻ്റെ ഒരു സീക്രട്ട് മസാല ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കൂലട്ടാ. വേണമെങ്കിൽ കാണികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം. രാവിലെ കാണികൾക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കേ, കാരണം എല്ലാവരും ചോദിച്ചിനി. അപ്പൊ നെശോ കേൾക്കും. നെശോനെ നമ്മൾ പുറത്ത് പൂട്ടിയിട്ടാലും ഓളാന്റെ വ്ളോഗ് കണ്ട് മനസ്സിലാക്കിയാലോ. അപ്പൊ എന്താ ചെയ്യാ? നെശോക്ക് എന്താ പറയുക, നെശോക്ക് മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എന്നെക്കാളും വലിയൊരു ഷെഫ് ആവണം. നടക്കൂല. ഉപ്പിട്ടല്ലേ? നെശോ ഒന്നും എന്ത് ചെയ്യാറോ, നെശോ ഒന്നും ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാറും വിളിച്ചിരുത്തും. നമ്മൾ ഹൈജാക്ക് ചെയ്യും അത്. അപ്പം ഈ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്തേക്കണേ, ഉള്ളി ഇട്ടേക്കണേ. എന്നിട്ട് അതെന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് വാടി വരണം. വാടി വന്ന് കഴിഞ്ഞേക്ക് തന്നെ, അതായത് നമ്മൾ ഉള്ളിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇടണം. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ കൂടെ ആ ഒരു സംഭവത്തിൽ തന്നെ വാടി വരാനാണ്. ഉള്ളിയും ഇഞ്ചിയും ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, വെളുത്തുള്ളി ഇഞ്ചി ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇഞ്ചി എന്ത് ചെയ്യുന്നുണ്ടാവില്ല, വെന്തുണ്ടാവില്ല, അത് കടിച്ചു. ഞങ്ങൾ കുക്കിംഗ് ചാനൽ തുടങ്ങും ചെയ്യുവാണെങ്കിൽ നമ്മളടുത്ത് അതിന് മാത്രമുള്ള ഐറ്റംസ് ഉണ്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ. ഫിറോസ്ക നിർത്തി പറഞ്ഞിനി മൂപ്പര്. പക്ഷെ ഫിറോസ്ക നാട്ടിൽ കുക്കിംഗ് കൊണ്ട് ഫിറോസ്ക
ഉണ്ടാക്കിയിട്ടുള്ള ഓളം. ഓളം വേറെ വേറെ ഉണ്ടാക്കിയില്ല. അത്രേ ഉള്ളൂ. അത് അന്നും ഇന്നും ഫിറോസ് ഖാന്റെ ഫാൻസാണ് ഞങ്ങള്. ഒരു ഫുൾ ഒട്ടകത്തിനൊക്കെ കൊണ്ട വരിക പാടത്ത് കൂടെ. ഓ ആ വരവന്നെ ഉണ്ടല്ലോ, രോമാഞ്ചാണ് ആ വരവ്. തക്കാളി ഇട്ട് പച്ചമുളക് ഇട്ട് ഇതിങ്ങനെ അളക്കണ്ട സറോ. ഞാൻ അളക്കിക്കോ. അതെപ്പോഴും അപ്പൊ മറ്റേത് ഉള്ളി എന്റെ അഭിപ്രായത്തിൽ ഫിറോസ് ഖാൻ ഇങ്ങനെ എന്തിനാണ് നിർത്തിയാറ് വ്ളോഗ്? ഫിറോസ് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് ഫിറോസ് ഖാൻ നമ്മളെ നാട്ടിൽ ലീഗലി ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ജന്തുക്കളും പിടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല എന്തെങ്കിലും വെറൈറ്റി വേണ്ടേ? ജന്തുക്കൾ കഴിഞ്ഞോ? ഓ അല്ല, കോഴി എവിടെ ഇതില്? കോഴി അവിടെ ഉണ്ട്. ഓ സെറ്റ്. സെറ്റല്ലേ? കോഴി ഞാൻ അസറോ ഞാൻ അറിയാതെ ചെറുതാക്കി വെട്ടിച്ചോടാ. അപ്പൊ എന്താ കോഴി അറിയാതെ ചെറുതാക്കി വെട്ടിച്ചു. കേട്ടിട്ടുണ്ടാവല്ലോ അവള് പറഞ്ഞത് മൈക്കില്. എന്താ പറഞ്ഞത്? മൈക്ക് ഇവിടെയാണ് ഉണ്ടാവും അല്ലേ? അതെ. അന്നത്തിന്റെ ഇടയിൽ ഞങ്ങളൊരു സാധനം എടുക്കാൻ പറഞ്ഞു ചീനി. അവിടെ അറിയാതൊരു സംഭവം മാഗി ക്യൂബ് ഇട്ട സ്മെല്ല് വരൂല, അതറിയോ? ഇല്ല എന്നാ എല്ലാ കറിക്കും മാഗി ക്യൂബ് ഇട്ടോണ്ടേ. അസറോ അത് ശരിക്കും ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുക്കണ്ടേ? ഇജേ ഒരു സാധനം എടുക്കാൻ പോയില്ലേനോ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇതുവരെ പറയാത്തൊരു സാധനം കാണാൻ. അതാണ് അസറുവിന്റെ ഹൈലൈറ്റ്. അത് നമ്മൾ പുറത്തു വിടൂല കേട്ടോ. അതെ. ഇനി നമ്മള് ശരിയാണല്ലോ. അനക്കത് ഓക്ക് ഇത് ഉണ്ടാക്കി തരാൻ കഴിയൂല ബസ്സിലെ, കാരണം ഇത് ഇന്നെ കൊണ്ടേ കഴിയുള്ളൂ. ആണോ? പിന്നെ ഓള് ഇന്നാൾ ഉണ്ടാക്കി തന്നിട്ടോ ഇജ്ജ് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഉണ്ടാക്കി തന്ന സോപ്പ് ഇടണ്ടോ? സോപ്പ് ഇടില്ല. പക്ഷെ അന്ന് ഉസാറിയടാ. ഇല്ലല്ലോ കഴിയൊന്നുമില്ല. അത് അന്ന് സംഭവം പൊളിച്ച്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണം. അതിനാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അന്ന് അടിപൊളി ചെയ്യുന്നു. അന്ന് ജോർജിയിൽ നിൽക്കുമ്പോഴല്ല എന്നെ വിളിച്ചീനെ. നാട്ടിലില്ല എപ്പോഴാ? ജോർജിയിലാണ്. അന്നോ ഇവിടെ ഇല്ല. നമ്മള് കുറച്ച് അറബി മസാല ഇട്ടിക്കണ്. ഇല്ല അരി കഴിക്കണ്ട മസാല. ഒരു നായോ? ഒരു നായറിന് എത്ര? ഒരു പാത്രം. അരി കഴിക്കാൻ എനിക്കറിയാം. എവിടെ സ്റ്റീൽ പാത്രം? അരി കഴിക്കാൻ എനിക്കറിയാം കേട്ടോ. ഞാൻ കഴുകി തരാം. ഇവിടെ വലിപ്പ് തപ്പുക. അടുക്കളക്ക് തീരെ കയറില്ലല്ലോ സ്വന്തം പേരാണെങ്കിലും. നമുക്ക് കണ്ടപ്പോ മനസ്സിലായി. ഞാൻ ഓട്ടോട്ടം ഉണ്ടാവുന്ന പാത്രമാണ് എഴുതി അരി കഴിക്കാൻ. അപ്പോഴല്ലേ വെള്ളം ചോർന്നു കൊള്ളൂ. ഇനി നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ ഓഫാക്കി, വേണ്ട ഇത് ഓണാക്കാം. ഇനി നമുക്ക് നമ്മളുടെ ചിക്കൻ മസാല കുറച്ചിടാം. ഈ വെള്ള കളർ മൊത്തം പോകണ്ടേ? കേക്ക് അസറോ. അപ്പൊ ഈ വെള്ള കളർ കയ്യോ? പോയി കയ്യോ? നമുക്ക് ആവശ്യമുള്ള ഏകദേശം ഇട്ട് കഴിഞ്ഞോട്ടോ. നശ്വതിക്ക് പ്രഷറൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതെന്തേനി നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത് ചിക്കൻ മസാല ഇട്ടു ഇതിക്ക്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്തത് എന്താണ്? കുട്ടികളുടെ നേഴ്സറി കുട്ടികളോട് ചോദിക്കണേ. ഫസ്റ്റ് നമ്മൾ ഉള്ളി വാട്ടി, ആ വാട്ടുന്ന കൂട്ടത്തിൽ ഈ മൈക്കും അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് വാട്ടി കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളിയും പച്ചമുളകും ഇട്ടു. അത് രണ്ടും ഇട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം അതിൻ്റെ ജ്യൂസ്, തക്കാളിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മളിതിലേക്ക് എന്ത് ചെയ്തു? ചിക്കൻ മസാല, പിന്നെ കുറച്ച് ചില്ലി പൗഡർ, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു മാഗി സ്റ്റോക്ക്, അതെല്ലാം ഇട്ടിട്ട് പിന്നെ അറബി മസാല കുറച്ചിട്ടിങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇത് കണ്ടിട്ടോ? അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് മസാല ഒന്ന് എന്താ പിന്നെ പറയുക, മസാല ഒന്ന് വേവാൻ കാത്തുക്കുക. മസാല കുക്കാവാനൊന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ആയി അത് ഇളക്കണം. എന്നിട്ട് ആ കുക്കായതിനു ശേഷം നമ്മൾ നേരെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കുന്നു. എല്ലാവരും റെസിപ്പി ശ്രദ്ധിച്ചോളിട്ടോ.
ചിക്കൻ ഇട്ടെടുത്ത് ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വരും കണ്ടില്ലേ, ഈ ഒരു കളറിലേക്ക് തന്നെ മാറും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ ജ്യൂസ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്, അരി ഇട്ടാണ് മൂടി വെക്കുക, വെള്ളം പറഞ്ഞ അതിനനുസരിച്ചുള്ള വെള്ളം പറഞ്ഞു. സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് എല്ലാവരും ഒറ്റ കര പറയാനുള്ളൂ, നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ സാധനം നിങ്ങളോട് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് അസർ ഉണ്ടാക്കിയത് ഫുള്ള് നമ്മൾ ഇതിൽ തന്നിക്കണേ, നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം അല്ലേ, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അത് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഉപ്പ് ഇട്ടിട്ട് അതന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സൺഫ്ലവർ ഓയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കോക്കനട്ട് ഓയിലും പാം ഓയിലും ഉണ്ടാക്കാതെ നിൽക്കുക. ടേസ്റ്റ് മാറും. ഇത് എത്രാമത്തെ? മൂന്നാമത്തെ വട്ടം. അത് മതി. ഇതിനടിയിൽ കുറച്ച് വെള്ളം ഉണ്ടോ സാറോ? മണം കുഴപ്പമില്ല. ഗരം മസാല എവിടെ? ഇതല്ലേ ഗരം മസാല? ഇതന്നെ ഗരം മസാല. അസറോ ഇനി കഴിക്കണ്ടല്ലോ, 3 വട്ടം കഴിക്കണേ. പക്ഷെ ഇതിന് വെള്ള കളർ കഴിഞ്ഞിട്ടില്ലടാ, പിന്നെയും വെള്ള കളർ ഉണ്ടല്ലോ കുറച്ച്. അത് സാരില്ല. ഏത്? ഇതിന്റെ വെള്ള കളർ ഇങ്ങനെ കുറച്ച് ഈച്ച പിന്നെയുണ്ട്. അത് കുഴപ്പമില്ല, അത് വരും. വെള്ള കളർ അരിന്റെ പോകില്ല. ചിക്കൻ ഇട്ട് മിക്സ് ആക്കി അല്ലേ? ഇനി എന്താ ചെയ്യണ്ടേ റോസില? എടി കണ്ടോ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. കണ്ടോ, അപ്പൊ നമ്മളെ മസാല ഒക്കെ മിക്സ് ചെയ്ത് ആർട്ടിഫിഷ്യൽ കളറുകളോ ആർട്ടിഫിഷ്യൽ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആഡ് ചെയ്തതെല്ലാം പ്യുവർ ആണ്. ഇനി നമ്മളിതേക്ക് എനിക്ക് ഇതിന്റെ അളവ് കറക്റ്റ് അറിയാം, അതുകൊണ്ടാണ് ഞാൻ ഒരു സുമാറിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കണം കേട്ടോ. നിങ്ങൾ അതേമാതിരി ഒഴിക്കാൻ നിൽക്കണ്ട. ഇനി അരിന്റെ അളവ് അറിയണ പോലെ ഒഴിച്ചോളി. അരി നേരെ തീക്കിട്ട് മിക്സ് ചെയ്യുക. എല്ലാം പറഞ്ഞേ വേഗം കൂടണം. അരിന്റെ അളവ് എനിക്ക് അറിയാതെ. അതിന് എങ്ങനെ നമ്മള് സമയമുണ്ടോ? അത് സമയമല്ല, അത് ആർക്കും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞാ. കുക്കർ വിസിലടിക്കും. കുക്കറിന്റെ വിസിലല്ല, അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് ഇളക്കാതെ. അതോ? ഞാൻ ഇളക്കാം. ഇങ്ങോട്ട് വേനശ. ഇതിപ്പം ഇവിടെ ഇളക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വിരലിൻ്റെ ഈ ഒരു ലെവലുണ്ടല്ലോ, ഈ ഒരു ലെവലിൽ മേലേക്ക് ഈ ഒരു ലെവലുണ്ടല്ലോ, ഈ 2 വിരലിൻ്റെ ഇടയിൽ ഈ ഒരു ലെവലിൽ വെള്ളം മേലേക്ക് നിൽക്കണം എപ്പോഴും. അപ്പോൾ അതിന് നല്ലോണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫസ്റ്റ് കൈ കഴിയണം. അപ്പോൾ വിരലിങ്ങനെ ഇട്ടോക്കണോ? അത് ഇൻ്റെ അളവാണ്. അപ്പോൾ സർവിൻ്റെ അളവാട്ടത്. അപ്പോൾ വിരലിടണം നിർബന്ധമല്ല, അത് നിങ്ങളൊരു നേക്കനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. എടി എൻ്റെ ഫോണ് അസറിൻ്റെ ഫോണല്ലേ? ആരാണ്? ഒന്ന് സൈലൻ്റ് ഒക്കെ തിരിച്ചു വിളിച്ചാ അല്ലേ അസറോ? ഇപ്പൊ ഇതിക്ക് തൊട്ടേക്ക് അരി എനിക്ക് ആ വിരലിൻ്റെ കണക്കൊന്ന് കണ്ടോളിട്ടല്ലേ? നോക്കട്ടെ, ഇത്ര ഒന്ന് വെച്ചാ വെച്ചു. കറക്റ്റ് ആ വിരലിൻ്റെ അതുവരെ എന്ത് വേണം? വെള്ളം വേണം അല്ലേ? വെള്ളം വേണം. അങ്ങനെയാ. അത് ഇന്റെ സുമാറ് കണക്കാ. ചിലപ്പോ ഇവിടുത്തെ അരി ഞാൻ എങ്ങനത്തെ അറിയില്ല, എനിക്ക് അവിടുത്തെ അരി അറിയുള്ളൂ. പക്ഷെ ബസ്മതി എല്ലാം ഏകദേശം ഒരേ വേവാ. ഇനി നമ്മൾ ചെയ്യേണ്ടെന്താരോ, ഇപ്പൊ നമ്മൾ വെള്ളം പാർന്നു. ഓളക്കുണ്ട് കുഴപ്പമില്ലല്ലോ. ഓൾ ഇളക്കിക്കോട്ടെ, ഇളക്കണതിന് വലിയ മാറ്റമൊന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം വെള്ളം പാർന്നില്ലേ, അതിന് ഉപ്പ് കുറവേ കാരണം. ഉപ്പ് എപ്പോഴും ഉപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഈ കുക്കർ മൂടി വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഉപ്പ് ഓവറായിട്ട് തോന്നണം. അപ്പൊ അത്രയും ഉപ്പ് ഇടണം. അതായത് നോർമലി കറക്റ്റ് അളവിൽ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോൾ ചിക്കൻ്റെ വെള്ളം ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉപ്പ് കുറവായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെക്കുന്നതിന് മുമ്പ് ഉപ്പ് കൂടുതലിടണം. ഉപ്പ് കൂടുതലിട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ വെള്ളം ഇറങ്ങുമ്പോൾ അത് ടാലി ആവും. യു ഗോട്ട് മൈ പോയിന്റ്? അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യലാണ് ഉപ്പ് കൂടുതലാക്കിയിടുക അടച്ചു വെക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഈ ട്രിക്ക് എല്ലാവരും നോക്കിയാൽ ചോദിട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഉപ്പ് തോന്നൂല, കാരണം ചിക്കനത്തെ വെള്ളം ഇറങ്ങാണ്ട്. എപ്പോഴും അത് ഓവറായിട്ട് ഇടും ചെയ്യരുത് കേട്ടോ. കുറേ ഇട്ടിട്ടേ ഭയങ്കര ഓവറായിട്ട് തോന്നിയാണ്ട് അത് തിന്നാനും വെക്കൂല. തന്നെ നമ്മൾ നോർമലി ഇടണിലേറെ ഒരു പൊടിക്ക് കൂട്ടിടുക.
ഉപ്പ് നമ്മളിപ്പോ കറിയൊക്കെ തിന്നുമ്പോ നമ്മൾ പറയലുണ്ടോ ഇത് കുറച്ച് കൂടിക്കണം ഉപ്പ്, പക്ഷെ എന്നാലും തിന്നാൻ വയ്ക്കും ആ ലെവൽക്കാക്കുക. അപ്പൊ നോർമൽ ഒരു ഉപ്പ് ലെവൽക്കായി മാറും നമ്മൾ ഊരുമ്പോ. ഇനി ഇതിലാകെ ഒരു സാധനം കൂടി ചേർക്കാനുള്ള നമുക്ക്, അതെന്താരോ നശ്വ പഠിച്ചില്ലേ, എനിക്ക് അന്ന് പറഞ്ഞത് ഞാൻ അത് ഞാൻ എന്തായാലും ഒന്ന് പറഞ്ഞ ഇത് ഈ ചോറ് ഞാൻ എന്തായാലും പാസിലെ ഞാൻ നല്ലോണം കഴിക്കും. ഇതോ കാരണം എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കിയാണെങ്കിൽ എനിക്ക് തന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ വരാണോ? ഞങ്ങൾക്ക് ആ പാട്ട് അറിയില്ലേ? ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ബാക്കി വൈദ്യ അറിയില്ല. ഇപ്പൊ പാകത്തുപ്പായി ഇനി ഇടാൻ പോയാ പേടിയാണ്. ഇനി എന്റെ ഫുഡ് കോളാക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം അറിയോ, ഇത് ഒരു ഇഞ്ച് പോലും വിടാതെ പഠിച്ചു വെക്കാം. ഇനി ഇത് ട്രൈ ചെയ്യ ബാസിലെ. ഇപ്പൊ എനിക്കൊരു കുറച്ച് ഇതെങ്ങനെ ഫീൽ ചെയ്യണോ കയ്യാട്ട് ബാസിൽ വാ, ഇതെങ്ങനെ ഫീൽ ചെയ്യണോ നാമച്ചോക്ക്? ഉപ്പ് കൂടുതലായി തോന്നുന്നുണ്ടോ? ഇല്ല, കുറച്ചുകൂടി കുറച്ച് കൂടുതലുണ്ട്. അപ്പളെ ഇജ്ജ് പറഞ്ഞ കണക്കൊക്കെ വരുള്ളൂ അല്ലേ? ഇനി ഇതിന് ചിക്കന്റെ ഫ്ലേവർ ഇറങ്ങാണ്ട് വാസിലെ, അപ്പോഴാണ് കളി മാറാ. ഓക്കെ. അപ്പൊ ഗായ്സ് ഇന്ന് ഞങ്ങളിതാ അവിടെ ഉണ്ടാക്കിയത് നമ്മുടെ അസറുവിന്റെ എന്താണ് മധുത്താണ്. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഞാനും നശ്വയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അസറു അതിലേറെ വെയിറ്റ് ചെയ്ത് അല്ലേ? ഫുഡ് കഴിക്കാതെ വെയിറ്റ് ചെയ്തിട്ടാണ്. ഇപ്പൊ എത്ര സമയം? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൊറിയാണ്ടർ ലീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, അരിയണം. ലൈറ്റ് ചെയ്താലും ഓഫ് ആയിക്കണോ? സുമാറാണ്, ഒരു സുമാറാ. ഇത് ഇങ്ങനെ ഇടുക. കൊറിയാണ്ടർ ലീവ്സ് നല്ലോണം ഇട്ടാലും നമുക്ക് ഒന്നും പറ്റാൻ പോണില്ല. കുറവിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവർ ചിലപ്പോൾ കുറയും. പക്ഷെ നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മളെ ഫുഡ് അയക്കണത്. ഇനി ഇതൊരു അടച്ചുവെക്കലുണ്ട്, അതിന്റെ ഒരു ടൈമിങ്ങും ഉണ്ട്, അതിന്റെ ഒരു സ്മെല്ലും ഉണ്ട്. അതായത് ആ കുക്കർ ഇങ്ങനെ വിസിലടിച്ചുമ്പോൾ അതിന്റെ പുക. ഇതിന്റെ മെയിൻ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാണ്ട്. ഇപ്പൊ നമ്മളിതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ അതിന്റെ അരിന്റെ അളവ് പറഞ്ഞു കൊടുത്തില്ലേ മക്കളെ, ഞാൻ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ ഞാൻ ബാസിലായതുകൊണ്ട്, ബാസിന്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ പ്രേക്ഷകരായതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ബാക്കിയില്ല. ഞാൻ അന്ന് ഉണ്ടാക്കി അഫ്ഗാനി ആണെങ്കിലും മറ്റേത് അതിന്റെ മുന്നേ പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയില്ല. അഫ്ഗാനി ഓൾ ഉണ്ടാക്കില്ല. ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് കഴിച്ചു നോക്കാൻ പറയില്ല. അത് വെറുതെ എക്സ്പെരിമെന്റ് ആണ്. പക്ഷെ നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കണം. 10-20-25 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളത്. ഇത് നമ്മളിപ്പോൾ ഈ വ്ളോഗ് ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ നീണ്ടുപോയി. അത് നമ്മൾ സംസാരം കൊണ്ടാണ്. പക്ഷെ ഇത് ഉണ്ടാക്കാനും വേണ്ടി തുനിഞ്ഞിരുന്നു കഴിഞ്ഞാൽ 25 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളത്. പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും. അസറോ, പിന്നെ നമ്മൾ കാണികളോട് ഇനി മറ്റേ സത്യം വിളിച്ചറിയാൻ പോകണേ. എന്താണ്? നമുക്ക് അതിൻ്റെ അടുത്ത് നിൽക്കണമെന്നുണ്ടോ? ഇല്ല, ഇവിടെ നിന്നാ പോരെ. സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു ഫുഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ പണ്ട് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിനി, അതേ ഒരു സാധനമാണിത്. അതായത് പിണങ്ങി നിൽക്കുന്ന അമ്മായിമ്മയും മരുവോളും എന്ത് ചെയ്യും? ഒന്നിക്കും. അങ്ങനെ പ്രത്യേകത ഈ ഫുഡിനുണ്ട്. അതേമാതിരി പക്ഷെ അത് അമ്മായിമ്മ പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താലും പെണ്ണുങ്ങൾ അമ്മായിമാർക്ക് ഉണ്ടാക്കി കൊടുത്താലും രണ്ടിനും പറ്റിയൊരു സാധനമാണിത്. അതായത് ഇത് വർക്കായ ഒരു സംഭവമാണ് നമ്മൾ ഈ പറയണത്. അപ്പം എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ എല്ലാവരും ഇത് ശ്രദ്ധിക്കാം. അതേമാതിരി അതിർത്തി തർക്കങ്ങൾ ഇതിമ തീർന്നിക്കണ്. ഈ ഒരൊറ്റ ഫുഡുമേ, അസറുവിന്റെ ഈ ഒരൊറ്റ ഫുഡുമേ അതിർത്തി, അതായത് അത് മിക്കവാറും ഇതിമേ തുടങ്ങുള്ളൂ. ഈ വീടിലൂടെ തുടങ്ങാനായിട്ട് സാധ്യത. അപ്പം അത്രയും പ്രത്യേകതകള്. അതേമാതിരി മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ വരെ ഉണ്ട് ഇത് തിന്നിട്ട്. അത്രത്തോളം പ്രത്യേകതകൾ നിറഞ്ഞ ഫുഡാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതാണ്. അതെ, നിങ്ങൾ പേഴ്സണലി കമന്റ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അറിയിച്ചാലും മതി ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ നമ്മളെ കേരളക്കാർക്ക് തന്നെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാർക്കാണ് ഈ ഫുഡ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ട്രൈ ചെയ്യണം എല്ലാവരും മസ്റ്റായിട്ട്. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഞാൻ മെയിൻ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാൻ മറന്നു. ഇതില് നമ്മളിത് മല്ലിട്ട് എന്താണ് കൊറിയാണ്ടർ ലീവ്സ് ഇട്ടതിന് ശേഷം ഇതിൽ നിന്ന് കുമിളകൾ പൊന്തി വരും.
ആ കുമിളകൾ പൊന്തി വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കണം. അതായത് നമ്മളിതൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം വേഗം അടച്ചു വെക്കരുത്. എപ്പോഴും ഇത് വെന്ത് തുടങ്ങണം. ഇട്ടുകൊണ്ട് അപ്പൊ തന്നെ കുക്കർ അടക്കരുത്. ഇത് ബോയിൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് കുക്കർ അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ടൈമർ ഏകദേശം ഒരു 18 മിനിറ്റ് നിങ്ങൾ ടൈമർ മൊബൈലിൽ ഓണാക്കി വെക്കുക. 18 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഓഫാക്കുക. ഇത് കുക്കർ ഓണാക്കിയതിൻ്റെ ശേഷം എങ്ങനെ പറയാം, ഇതിപ്പോൾ ഈ കുമിളകൾ പൊന്തി വന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുമിളകൾ പൊന്തിയതിന് ശേഷം മൂടി അടച്ചേക്കുക. എന്നിട്ട് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ കൂടെ ഒരു ഹൈയിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമൊക്കെ ആക്കി വെക്കുക. എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഒരു 18 മിനിറ്റ് ടൈമർ ഓണാക്കുക. 18 മിനിറ്റ് ടൈമർ അടിച്ചു കഴിഞ്ഞാൽ നേരെ വന്ന് സ്റ്റൗ ഓഫാക്കുക. സ്റ്റൗ ഓഫാക്കി കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് എന്ത് ചെയ്യുക, ഫുഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണം, പൊട്ടിക്കരുത്. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും കുക്കറിൻ്റെ വിസിൽ വിസിൽ ഇങ്ങനെ പൊന്തിച്ച് അനക്കുണ്ടാ സ്വഭാവം തോന്നുന്നത്, ഇങ്ങനെ പൊന്തിച്ച് നോക്കണം, ചെയ്യരുത്. അതിൻ്റെ ഉള്ളിൽ അടച്ച് 15 മിനിറ്റ്, അതായത് സ്റ്റൗ ഓഫാക്കിയതിൻ്റെ ശേഷം ഒരു 15 മിനിറ്റെങ്കിലും ഉള്ളിൽ വെക്കണം. എന്നിട്ട് പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പം എന്ത് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് കഞ്ഞി മരുണ്ടാവണം. പൊന്തി വരുന്നുള്ളൂ. സൈഡാണ് ആദ്യം ഇങ്ങനെ പൊന്തി വരിക. കട്ടേ ഈ കുമിളകൾ വരും. അപ്പോൾ ഗായ്സ് ഈ കുമിളകൾ വരുന്നത് കാണാൻ പറ്റും, തിളച്ച് തുടങ്ങി. ഇനി നമ്മൾ നേരെ മൂടി വെക്കണം കേട്ടോ. അതായത് കുമിളകൾ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മൂടി വെക്കാം. മൂടി വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെന്റർക്ക് കുക്കർ ആക്കണം. ഇങ്ങനെ മൈദപ്പൊടി കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കില്ല, അങ്ങനെ ഒട്ടിച്ചോ. അത് തമ്മിലാണ് അതുകൊണ്ടാ അത് ബിരിയാണി നമ്മൾ ഈ ഒരു ഇതിൽ കിട്ടണേ. ഇനി നമ്മൾ എൻ്റെ ഫോണിൽ ടൈമർ വെക്കണേ ഒരു 18 മിനിറ്റ്. അപ്പോൾ എല്ലാവരും ഇനി ഒരു 18 മിനിറ്റ് കഴിഞ്ഞ് കാണാം ഗൈസ്. സിസ്റ്റമാറ്റിക് പരിപാടികൾ ടൈമറൊക്കെ ചെയ്യണം. 18 മിനിറ്റ് വെച്ചു. അപ്പോൾ ഈ 18 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, കാണാം കേട്ടോ. 18 മിനിറ്റ് ആയിരിക്കും ടൈം. 18 മിനിറ്റ് കഴിഞ്ഞ് അടച്ചിട്ടുണ്ട്. 18 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടച്ചു വെക്കും. ഇത് സ്റ്റവ് ഓഫ് ആക്കും. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് വേണം. അതും കൂടി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഓണാക്കുക. പൊട്ടിക്കുന്ന ടൈമിൽ അരമണിക്കൂറല്ല, 20. ഓക്കെ ഗൈസ്, ബാക്കി കൂടി പറഞ്ഞു. എന്തൊക്കെയാ പറയണേ? ഇപ്പൊ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്തു? നമ്മള് 18 മിനിറ്റ് ആ മറ്റേ മീഡിയത്തിനും ഫുള്ളും എല്ലാത്തിന്റെ ഇടയിൽ വെച്ചിട്ട് വെച്ചു 18 മിനിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ആക്കിക്കാണ്ട് 20 മിനിറ്റ്സ് നമ്മൾ പിന്നെയും പുഴുങ്ങാൻ വെച്ചു. പുഴുങ്ങാനല്ല, 20 മിനിറ്റ്സ് വെക്കണ്ട, ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. പഠിച്ചില്ലേ മകളെ പഠിക്കട്ടോ. മാറുള്ളൂ പൊട്ടോ ഓടിയോ നമ്മൾ പൊട്ടിക്കട്ടെ. അപ്പൊ ഗായ്സ് എടി കുപ്പിയോ മതി, ഈ കുപ്പിയോ മതി, പൊട്ടിക്കട്ടെ. എങ്ങനെയുണ്ട്? സെറ്റാ. ഇനി എന്ത് ചെയ്യണം? ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്യണം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു സ്പെഷ്യൽ മധുഹൂത്താണ് നിങ്ങളെ ഈ മുന്നിൽ കാണുന്നത്. ഓ, നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കണം. അത് ഉണ്ടാക്കിയ രസമാണോ? ഉണ്ടാക്കാം. അതിന് മിന്റ് ലീവ്സ് വേണ്ടേ? മിന്റ് ലീവ്സ് ഇല്ലല്ലോ, പുതിന അല്ലല്ലോ. അപ്പൊ നമ്മള് റൈസ് എല്ലാവരും നോക്കിട്ടോ. ഓ, ഇതെങ്ങനെ ഇവിടെ ആവണം കേട്ടത്. സീൻ സാധനകാരം. എന്നാ ഫസ്റ്റ് റിവ്യൂ നെശ്വക്കനെ കൊടുക്കല്ലേ? ഇവിടെ ഒരാള് ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേറ്റ് കുടിച്ച് നിൽക്കാൻ തുടങ്ങിട്ടോ. ഇവിടെ ഇളക്കിയിട്ടില്ലെങ്കിൽ എല്ലായിടത്തും അതിന്റെ ഫ്ലേവർ എത്തൂല. പൊട്ടിച്ചേക്കനെ ഇങ്ങനെ സൈഡ് മാറി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഓ, സീൻ വേണം. ഒരു മിനിറ്റ്. ഫസ്റ്റ് അനക്കന്നെ നമ്മൾ തന്നിക്കണം കേട്ടോ. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്ക്. അതാണ് നമ്മൾ അനക്കറിന്റെ പ്രയോറിറ്റി. തിന്നിട്ട് അഭിപ്രായം പറയും. റിവ്യൂ ഇട്ടേ, റിവ്യൂ പറയും വേഗം. നല്ല രസമുണ്ട്. അത് ഒബ്വിയസ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആൻസർ ആണത്. മോശം കേൾക്കാൻ നല്ല രസം. എന്താ പറയാ നമ്മളന്ന്
പറഞ്ഞ സ്പെഷ്യൽ കൂട്ട് പറഞ്ഞില്ല എനിക്ക്, പക്ഷെ ഇന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേർക്ക്. അതായത് കാണികൾ ആവശ്യപ്പെട്ടു ഞാൻ ഷൂട്ട് എത്ര ഡിമാൻഡ് കേട്ടോ, ചിക്കൻ തുടരുത്. തക്കാളി ചട്നി ഉണ്ടാക്കിയ ഭയങ്കര മാച്ചിങ് ആവും. നല്ല മാച്ചിങ്. ഓ ഞാൻ കണ്ട യാഥാർത്ഥ്യമായിട്ട് പറയും, എനിക്കത് തിന്നാല് തീരോന്ന് ബേജാറായിട്ട് തിന്നാൻ പോകുന്നില്ല. അത് വിട്ടുകാണ്ടേ കാര്യത്തിലേക്ക് കിടക്ക്. നല്ല രസമുണ്ട് ആണോ? കുറച്ച് തള്ളിയാണെങ്കിലും സംഭവം അസറോ അന്നും ഇന്നും എൻ്റെ ഈ മധുഹൂത്തിൻ്റെ മുന്നിൽ ഞാൻ സല്യൂട്ട് ഒന്നും പറയാനില്ല. ഓക്കേ, എന്നാ അജ്ജും കൂടി വാ. ഞാൻ അങ്ങനെ അസറും കൂടി ഇരിക്കാൻ പോവാണ്. ഞാൻ തോന്നാണ്ടേ ഓഹോ നിജുന്നേണ്ടി ഇന്റർവ്യൂ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ആ സ്മെല്ല് തന്നെ കിട്ടുന്നുണ്ട് ഇതിന്റെ ഫ്ലേവർ എന്താ. എന്നാലും അങ്ങനെയല്ലോ, ചോറ് വേണ്ട. ഈ റൈസ് തിന്നിങ്ങനെ ഇരിക്കണം അറിയില്ല നമ്മള്. റൈസ് മാത്രം, അതായത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചിക്കൻ കഴിഞ്ഞാലും നമുക്ക് റൈസ് മാത്രം തിന്നില്ല. ഒന്നാമത് വെച്ചാൽ ചിക്കന്റെ ചോയ എല്ലാത്തുമ്മലും ഉണ്ട്. അതെ, നമ്മള് കഴിച്ചു നോക്കാൻ പോകട്ടോ. റിവ്യൂ അറിയാം. അപ്പൊ നമ്മളെ കുക്കറിനെ സ്വയം കഴിക്കാൻ പോവാണ്. ഉണ്ടാക്കിയ ഫുഡ് കേട്ടോ. ഇതെന്താ ചാറാ? അപ്പം നമ്മളെ കുക്കിംഗ് വ്ളോഗ് നമ്മൾ ഇതോടുകൂടി ചിലപ്പോൾ അവസാനിപ്പിക്കും. കാരണം എങ്ങനെയുണ്ട് സീന് ഒന്നും പറയാല. അപ്പോൾ നമ്മളെ കുക്കും ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? കുക്കർ അടച്ചേക്കണോ? എൻ്റെ ഇത് പോവോ? ഇനി ഒന്നും പോകുന്നില്ല അല്ലേ? ജസ്റ്റ് നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാല്ലേ? പ്രേക്ഷകരോട് എന്താ വെച്ചാൽ ഇത് ഇങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് അറിയുന്നവരുണ്ടാവും, ഇഷ്ടംപോലെ അറിയുന്നവരുണ്ടാവും. ഇത് വേറെ വേറെ ടൈപ്പിലൊക്കെ ഉണ്ടാക്കണവരുണ്ട്. ചിക്കൻ റൈസ് പറഞ്ഞിട്ട് ചിക്കൻ റൈസ് മിക്സ് ചെയ്ത് ഉണ്ടാക്കണവരുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ചേരുവകൾ മാത്രം ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വേറെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് മായങ്ങളോ മന്ത്രങ്ങളോ ചേർക്കാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും അറിയിക്കുക. നിശ്വാ സെറ്റ് അല്ലേ? ഹാപ്പി ആണോ? നിങ്ങളൊക്കെ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ കാട്ടില്ല, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തായാലും വൈൻഡ് പേരോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു എന്താ പറയാല്ലേ സ്നേഹം കൊണ്ടല്ലേ സ്നേഹം കൂടുതലുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. അതായത് നമ്മളെ സ്നേഹപ്രകടനം പറഞ്ഞ ഇങ്ങനെയൊക്കെയാണ്. അതായത് നമ്മൾ അത്രത്തോളം തിരുപ്പതിയിലൊരു കാര്യം വേറെ അല്ല അല്ലേ അസറോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ അങ്ങനെ. ഇനിയിപ്പോ ഓളെന്നല്ല, ഇനിയിപ്പോ ഞങ്ങൾ രണ്ടാൾ ഒറ്റക്കാലം ഞങ്ങൾ ആരെങ്കിലും ഒരാളെ തിന്നും. അതെ, അതുകൊണ്ടാണ് നമ്മൾ തിന്നണത്. അത് ഭയങ്കര ഒരാളെ നമ്മളൊരു ഇരയിക്കാരം. അത് നമ്മക്ക് നമ്മളങ്ങനെ കാണുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെ കാണണം എന്നാണ് നമുക്ക് പറയല്ലേ. പിന്നെ എന്താ വെച്ചാൽ നമ്മളറിയാത്ത ആൾക്കാർ പുതിയ ആൾക്കാരുണ്ടാവും. ഓൾക്ക് ഇത് കാണുമ്പോ ചിലപ്പോ പക്ഷെ നമ്മളെ വർഷങ്ങളായിട്ട് അറിയണല്ലേ, നമ്മളെ കൂടെ ആൾക്കാരും ഇതിലുണ്ട്. ഒരു 5-6 കൊല്ലം മുമ്പ് മുതൽ നമ്മളെ കാണുന്ന ആൾക്കാരും ഉണ്ട്. ഓൾക്കറിയാം നമ്മളൊക്കെ സ്വഭാവം എന്താണെന്നില്ല. അപ്പോൾ ഓൾക്ക് പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷെ അല്ലാത്തവർക്ക് പ്രശ്നമായിട്ട് തോന്നി. നമ്മൾ കുറ്റം പറയല്ല, നമ്മൾ ആദ്യമായിട്ട് കാണുകയാറുമല്ലേ അല്ലേ? അപ്പോൾ ഇതാണ് സംഭവം എന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. നമ്മളിങ്ങനെ ഒരാളെ തിന്നുകൊണ്ടേ നിൽക്കും എപ്പോഴും. വെറുതെ രസത്തിനാണ്, അങ്ങനെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. അപ്പോൾ ചോദിച്ചു എല്ലാവരും തിന്നു. അപ്പോൾ രണ്ടാളും നല്ല തീറ്റാണ്. അപ്പോൾ ഞാനും തിന്നാൻ കൂടെ കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ഈ ഒരു വ്ളോഗ് എടുത്തിരുന്നത്, അസറുവിൻ്റെ ഈ ഒരു മധുവത്ത് വ്ളോഗ്. അപ്പോൾ അത് നമ്മളിവിടെ എന്ത് ചെയ്യണേ, കാഴ്ചവെച്ചു അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വ്ളോഗുകൾ എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അതിൻ്റെ അടിയിൽ ഇനി പാസ്വേഡൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കും അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ. നമ്മളെ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക് യു. ഹലോ.